ഹായ്, വെൽക്കം ടു എൻട്രി ആപ്പ്. നമ്മുടെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെയിൽവേയുടെ കലണ്ടർ അനുസരിച്ചുള്ള മൂന്നാമത്തെ നോട്ടിഫിക്കേഷനും നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞു. അതിപ്പോൾ കറൻ്റ് ആക്റ്റീവ് ആണ്, സെക്ഷൻ കൺട്രോളർ. ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അതുപോലെ നമ്മുടെ SSC ആയാലും റെയിൽവേ ആയാലും ബാങ്ക് ആയാലും ഒക്കെ തന്നെ ഒരു എക്സാം സീസണാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങി ഒരുപാട് പേര് കാണും. ഇപ്പോൾ അവർക്ക് ഈ റെയിൽവേ എക്സാംസിനെയൊക്കെ കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല, പതുക്കെ പതുക്കെ കേട്ട് വരുന്നുള്ളായിരിക്കത്തുള്ളൂ. പക്ഷേ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് ആണ് ആക്ച്വലി വരാതിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ വിളിച്ച എക്സാംസ് ഒക്കെ തന്നെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാംസ് അല്ലായിരുന്നു ആദ്യത്തെ 2 എക്സാംസ്. സോ ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും അത് കൂടുതൽ എഴുതാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വളരെ കുറച്ച് പോസ്റ്റിന് മാത്രമേ കുറേ വർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിപ്പം കുറേ വർക്കെങ്കിലും മിസ്സായിട്ടും ഉണ്ടായിരിക്കും, ലേറ്റായിട്ട് അറിഞ്ഞ കാരണം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പല റീസൺസും ഉണ്ട്. ഇനി ഇപ്പം മൂന്നാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ് ഇപ്പം കറൻ്റ് ആക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ അത് അങ്ങനെ ഒരുപാട് ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്നൊരു എക്സാം അല്ല. സെക്ഷൻ കൺട്രോളർ, അത് ഒരു ഡിവിഷണൽ ഓഫീസ് ഇരുന്നുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സെക്ഷൻ കൺട്രോളേഴ്സ് വരത്തില്ല, വളരെ കുറച്ചേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 119 വേക്കൻസിക്കാണ് നമുക്ക് സെക്ഷൻ കൺട്രോളർ ഇപ്പം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇനിയും ഒരുപാട് എക്സാംസ് വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നോക്കുന്നതും അത് തന്നെയാണ്. ഏതൊക്കെയാണ് അപ്കമിങ് റെയിൽവേ എക്സാംസ് 2026, 2027 എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റെയിൽവേ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ എക്സാമിൻ്റെ കലണ്ടർ, ഒഫീഷ്യൽ റെയിൽവേ കലണ്ടർ എന്ന് പറയുന്നത്. ഈ ഒരു കാണുന്ന നോട്ടീസ് ഇത് റെയിൽവേയുടെ ഓഫീസിൽ നിന്ന് ബാക്കിയുള്ള സോണിലേക്ക് അയക്കുന്ന ഒരു ഓഫീസാണ്, ബാക്കിയുള്ള സോണിലേക്ക് അയക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ദാറ്റ് വേക്കൻസീസിൻ്റെ അസസ്മെൻറ്റിന് വേണ്ടിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഡേറ്റ്സ് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇതിൽ അവസാനത്തെ ഡേറ്റ് മാത്രം ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഒരു ഓഫീസ് വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വേണമെങ്കിൽ വിചാരിക്കാം. ഇതിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്ക് അത് ഈ പറഞ്ഞ പോലെ മാർച്ചിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മുടെ സെക്ഷൻ കൺട്രോൾ, ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് വിളിച്ചേക്കുന്ന എക്സാം. ഇത് കഴിഞ്ഞ വർഷം തൊട്ടാണ് ആദ്യമായിട്ട് വിളിച്ചു തുടങ്ങിയത് പോലും. അപ്പോൾ ആ സെക്ഷൻ കൺട്രോളറുടെ നോട്ടിഫിക്കേഷൻ നമുക്കിപ്പോൾ ഇവിടെ ഏപ്രിലിനാണ് കൊടുത്തേക്കുന്നതെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏപ്രിലിൻ്റെ അകത്ത് ആ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ വരെയാണ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മെയ്, ജൂൺ, ജൂലൈ, അപ്പോൾ നമുക്ക് ഈ ഒരു ജൂലൈ ആയപ്പോഴത്തെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. കുറച്ച് ഡിലേ ആയിട്ടാണ് അത് വന്നത്. നമ്മുടെ സെക്ഷൻ കൺട്രോൾ അങ്ങനെ വലിയൊരു ഹ്യൂജ് വേക്കൻസി ഒന്നും അല്ല, വലിയ ഹ്യൂജ് റിക്രൂട്ട്മെൻ്റ് ഒന്നുമല്ല, ചെറിയൊരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിന് ശേഷം നമുക്ക് ഇനിയും ഒരുപാട് എക്സാംസ് വരാനുണ്ട്. ഇപ്പം അടുത്തതാണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ, പാരാമെഡിക്കൽ, പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു എക്സാം ഉണ്ട്, RRB NTPC എക്സാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ പിന്നെ മിനിസ്ട്രൽ കാറ്റഗറിയും പിന്നെയും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നൊരു എക്സാമാണ് ലെവൽ 1 എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഓൾറെഡി നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ 3 എക്സാംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 3 എക്സാംസിന് വിളിച്ച് കഴിഞ്ഞു. ഇല്ല, മൂന്നാമത്തെ എക്സാമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്? നമ്മുടെ റെയിൽവേയുടെ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പേ ലെവൽ 6ൽ വരുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്റർ, റെയിൽവേയുടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അതേ റാങ്കിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു സെയിം ലെവൽ ഓഫ് ഒരു എന്താ പറയുക റാങ്ക് പേ സ്കെയിൽ വരുന്ന, ഗ്രേഡ് പേ വരുന്ന ഒരു പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളർ. വളരെ നല്ലൊരു പോസ്റ്റാണത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് എക്സാം നടത്തുന്നത്. സെക്ഷൻ കൺട്രോളർ എന്നാണ് ആ പോസ്റ്റിൻ്റെ പേര്. 119 വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത്. 2026 സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നമ്പർ 3 ആണ് ഇതെന്ന് പറയുന്നത്. റെയിൽവേയുടെ സൈഡിൽ നിന്നുള്ള നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആണ്. നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ്സ് 15 ജൂലൈക്ക് സ്റ്റാർട്ട് ചെയ്തു. 14 ഓഗസ്റ്റ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന് നോക്കിയിട്ട് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ സിംഗിൾ എക്സാമേ ഉള്ളൂ. അതൊരു വളരെ വലിയ ഹൈലൈറ്റ് ആണ്. അതിന് ശേഷം പിന്നെ ആക്ച്വലി വരുന്നത് ഒരു സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേഷൻ, നമ്മുടെ റെയിൽവേയുടെ സ്റ്റേഷൻ മാസ്റ്ററിന് പോലുമുള്ള അതേ സെയിം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അവിടെ ഈ സെക്ഷൻ കൺട്രോളറിനും വരുന്നത്. അതിനുശേഷം നമ്മുടെ യൂഷ്വൽ മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനൊക്കെയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ പേ ലെവൽ 6 വരുന്നൊരു പോസ്റ്റാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ സാലറി 35,400 ആയിരിക്കും. ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള അലവൻസുകളെല്ലാം ചേരും. ബാക്കിയുള്ള അലവൻസുകളെല്ലാം ചേർന്ന് വരുമ്പോഴത്തേന്ന് നമുക്ക് അതിൻ്റെ സാലറി ഏകദേശം ഒരു 77,000 റേഞ്ച് വരും ഗ്രോസ് സാലറി. പിന്നെ അതിന് കുറച്ച് അലവൻസുകളും കാര്യങ്ങളൊക്കെ കുറേ പെൻഷനും അങ്ങനെ ഡിഡക്ഷൻസ് ഒക്കെ പോയതിനു ശേഷം നമ്മുടെ ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 58,000 ടു ഒരു 65,000-68,000 ആ റേഞ്ചിലേക്കായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത്. ഇപ്പോൾ അക്രോസ് ഇന്ത്യയാണ് ഈ ഒരു ജോബ് ലൊക്കേഷൻ വരുന്നത്. റെയിൽവേയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗ്രാജുവേറ്റ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി, പക്ഷേ ഗ്രാജുവേഷൻ ആയിരിക്കണം. 33 വയസ്സ് വരെ എഴുതാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇപ്പോൾ ഒരുപാട് പേരും ചിലപ്പോൾ കേൾക്കുമ്പോഴൊക്കെ എൻ്റെ ഏജ് കഴിഞ്ഞ് പോയി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി 33
ഇയേഴ്സ് വരെ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് സെക്ഷൻ കൺട്രോളറുടെ എക്സാം എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് 33 ആണ്. അപ്പോൾ ഇതേപോലെ വേറെ ഇനി വരാനിരിക്കുന്ന എക്സാംസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റെയിൽവേയുടെ എക്സാം കലണ്ടർ, ആ എക്സാം കലണ്ടറാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ എക്സാം കലണ്ടറിൽ നമ്മുടെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എക്സാം കലണ്ടർ നിങ്ങൾ കണ്ടു. അത് നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഹൈ റെസൊല്യൂഷനിലല്ല അത് കിട്ടുന്നത്, അതൊരു സ്കാൻഡ് കോപ്പിയാണ്. പക്ഷേ അതിനെ തന്നെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഇല്ല നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ വരെ ഇപ്പോൾ ഇത് ആണ് നമുക്കിപ്പോൾ കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ളത്. ഇനി വിളിക്കാതിരിക്കുന്ന 4ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈവൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളിൻ്റെ അകത്ത് വരും. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മുടെ SSCയുടെ JEE ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഈ 3 കാറ്റഗറിക്കേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി വൈഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. വേക്കൻസീസും അത്യാവശ്യം കൂടുതലാണ്. നമുക്ക് റെയിൽവേ JEE ഒക്കെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ 7,000 to 14,000 വേക്കൻസിക്കൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. 7,000 തൊട്ട് 14,000 ആ റേഞ്ചിൽ. ഇപ്പോൾ റെയിൽവേ SSC JEE ഒക്കെ വിളിക്കുകയാണെങ്കിൽ 3,000, 4,000 വേക്കൻസിക്ക് ആയിരിക്കും വിളിക്കുന്നത്. അതും കൂടുതലില്ല. പക്ഷേ അതിന് പകരം ഇവിടെ വരുമ്പം അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടി വേക്കൻസി നമ്മുടെ റെയിൽവേ JEEയിൽ ഉണ്ടാവാറുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ 5ാമത്തെ നോട്ടിഫിക്കേഷൻ ആയിരിക്കണം മിക്കവാറും പാരാമെഡിക്കൽ. അത് പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ അഗൈൻ ചില സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് അവിടെ ഉണ്ടായിരിക്കും. ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാവുമ്പോഴും എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ടേക്ക് പഠിച്ചു തുടങ്ങുന്നത് നിങ്ങൾ ക്ലിയർലി അറിഞ്ഞിരിക്കേണ്ടിയ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് നമ്മുടെ ഈ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC എക്സാം എന്നറിയപ്പെടുന്ന ഈ ഒരു എക്സാം. ഇത് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും രണ്ടിനും സെപ്പറേറ്റ് ആണ് വിളിക്കുന്നത്. ലെവൽ 4, 5, 6 കാറ്റഗറിയാണ് ഗ്രാജുവേറ്റിൽ ഫില്ല് ചെയ്യുന്നത്. ലെവൽ 2 ആൻഡ് ലെവൽ 3 ഗ്രേഡ് പേയിൽ വരുന്നതാണ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നത് സെപ്റ്റംബറിലായിരുന്നു. അപ്പോൾ ഈ വർഷവും നമ്മൾ നോട്ടിഫിക്കേഷൻ ഏകദേശം ഒരു സെപ്റ്റംബറിലോടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നവംബർ, ഡിസംബറിൽ രജിസ്ട്രേഷൻ കാണും. എക്സാംസ് മിക്കവാറും വരാൻ പോകുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു സമയത്തായിരിക്കും എക്സാംസ് വരുന്നത്. അപ്പം ഇപ്പം തൊട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 8 തൊട്ട് 10 മാസം കിട്ടുന്നുണ്ട് നല്ലപോലെ പഠിക്കാൻ വേണ്ടി. സോ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇതിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും നല്ല പോസ്റ്റിലാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക്, ട്രെയിൻസ് മാനേജർ, അങ്ങനെയൊക്കെ പേ ലെവൽ 6 വരുന്നതും അതിൻ്റെ താഴോട്ട് വരുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. റെയിൽവേക്കാണെങ്കിൽ ഒരുപാട് അലവൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വളരെ ഫോക്കസ് ചെയ്താണ് ആ എക്സാംസിന് വേണ്ടി വളരെ ലോങ് ടേം പ്രിപ്പറേഷൻ നടത്തുന്നത്. നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് നോക്കാം എന്നൊരു ആംഗിൾ പ്രിപ്പയർ ചെയ്യാനാണ് ഇരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നുള്ള എപ്പോഴും കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ എപ്പോഴും കോമ്പറ്റീഷൻ എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന എക്സാം എഴുതാൻ പോകുന്നതിൽ ഒരു ടോപ്പ് 10% മാത്രമേ കാണത്തുള്ളൂ. ആ ടോപ്പ് 10% വളരെ ലോങ് ടേം, വളരെ ഫോക്കസ് ചെയ്ത് വളരെ കൺസെൻറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ 6ാമത്തെയും 7ാമത്തെയും നോട്ടിഫിക്കേഷൻ ആയിരിക്കണം NTPC എക്സാം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ സെൻട്രൽ എംപ്ലോയ്മെന്റ് നമ്പർ 3 ആണ് സെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ 6ഉം 7ഉം ആയിരിക്കും NTPC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ മിനിസ്റ്റർ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി എന്ന് പറയുന്ന ചെറിയൊരു വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് വളരെ ഹ്യൂജ് വേക്കൻസി 30,000 വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാമാണ് ലെവൽ 1 അല്ലെങ്കിൽ ഗ്രൂപ്പ് D എന്നറിയപ്പെടുന്ന റെയിൽവേയുടെ അടുത്തൊരു എക്സാം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന ഏകദേശം അതേ സിലബസ് ആണ് ഇവിടെയും പഠിക്കാനുള്ളത്, അതേ സെയിം സിലബസ് ആണ് ഇവിടെയും പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഒരേ സിലബസ്, എക്സാമിൻ്റെ എന്തിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ, ക്വസ്റ്റിൻ്റെ എണ്ണത്തിലൊക്കെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇനി പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് എക്സാംസിനെ കുറിച്ച് നമുക്ക് ഓടിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി മെയിൻലി ഈ പോസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷണൽ റോൾസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ഒന്ന് ഗ്രാജുവേറ്റും ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റും. നമ്മൾ നേരത്തെ പോലെ 6ാമത്തതും 7ാമത്തതും ആയിരിക്കും നമുക്കിത് വരാൻ പോകുന്നത്. അതിൽ നമുക്ക് പറഞ്ഞ പോലെ ലെവൽ 4, ലെവൽ 5, ലെവൽ 6, അതിൽ ലെവൽ 6 ഒക്കെ വളരെ നല്ല പേ സ്കെയിൽ, ലൈക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു എൻട്രി ലെവൽ പേ ഗ്രേഡ് പേയിൽ വരുന്നതാണ് ലെവൽ 6 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ 6 കാറ്റഗറിയിലാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ, ട്രെയിൻസ് മാനേജർ പോസ്റ്റൊക്കെ വരുന്നത്. അതെല്ലാം നമ്മുടെ ഈ NTPC ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ ത്രൂ ആണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അറിഞ്ഞിരിക്കുക സ്റ്റേഷൻ മാസ്റ്ററൊക്കെ എങ്ങനെയാണ് ആ പോസ്റ്റിലേക്ക് വരുന്നത്, എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ എക്സാം വഴിയാണ് എത്തുന്നത്. ഇനി അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റിലേക്കാണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ഒരു ജൂനിയർ ലെവൽ ക്ലർക്കൽ പോസ്റ്റുകളായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. കൂടുതലും ഒരു ക്ലർക്കൽ ലെവൽ പോസ്റ്റുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഗ്രാജുവേഷനോ അണ്ടർ ഗ്രാജുവേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ. 33 വയസ്സ് വരെ എഴുതാൻ പറ്റും. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ഈ പറയുന്ന
ഗ്രാജുവേറ്റ് ആണെങ്കിൽ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 30 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന എക്സാം കൂടിയാണിത്. സോ മിസ്സാക്കാൻ പാടില്ല ഒട്ടും. ഓക്കെ, എന്താ ഇത്രയും ഒരു ഏജ് ലിമിറ്റ് വരുന്ന വേറെ എക്സാംസ് ഇല്ല. പിന്നെ OBC ആണെങ്കിൽ ഒരു 3 വർഷം കൂടി എക്സ്ട്രാ കിട്ടും, SC ST ആണെങ്കിൽ പിന്നെ ഒരു 5 വർഷം കൂടി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ ഒരു അടുത്ത ഇമ്പോർട്ടൻറ്റ് എക്സാമാണ് റെയിൽവേയിൽ വിളിക്കുന്നതിൽ ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാം. ഒരു 30,000 to 35,000 വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാമാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. വെറും 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. പിന്നെ ചില പോസ്റ്റുകൾക്ക് ചിലപ്പോൾ ITI പറയാൻ സാധ്യതയുണ്ട്. ബട്ട് അതർവൈസ് 10th ആണ് യൂഷ്വലി പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പേ ലെവൽ 1 മാട്രിക്സ് വരുന്ന ഒരു പോസ്റ്റാണിത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു എക്സാമേ ഉള്ളൂ. ഒരു എക്സാം ക്ലിയർ ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അടുത്ത എക്സാം അങ്ങനെയൊന്നുമില്ല. ഒറ്റ ഒരു സിംഗിൾ എക്സാം. ആ സിംഗിൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം ഉള്ളത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് കാണും. ഓക്കെ, നമ്മുടെ അവിടെ കുറച്ചുകൂടി ഫിസിക്കൽ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. സോ ഫിസിക്കൽ ടെസ്റ്റ് കാണും. ഇപ്പോൾ മെയിൻലി നമ്മുടെ മെയിൻ്റനൻസ് സ്റ്റാഫ്, റെയിൽവേ മെയിൻ്റനൻസ് സ്റ്റാഫ്സ് ആ ഒരു കാറ്റഗറിയിലാണ്. ലൈൻ പോയിന്റ്സ്മാനും അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്കറിയാം, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റിലാണ് ഇവിടെ വരുന്നത് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒക്ടോബർ നവംബറിലാണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ NTPC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഈ എക്സാമിന് വേണ്ടി അത്രയും സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ചുകൂടി സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. എന്നുള്ള NTPC എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സിലബസ് സെയിം ആണ്, ക്വസ്റ്റിൻ്റെ കൗണ്ടിങ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ പറയുന്ന നേരത്തെ കണ്ട ലിസ്റ്റ്, പിന്നെ ഇത് കൂടെ ജൂനിയർ എഞ്ചിനീയർമാർ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാമിനെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞത്. ഒന്ന് NTPC എക്സാംസും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമും. ഇനി ആ ലിസ്റ്റിൽ കാണാത്ത ഒരു എക്സാമിനെ കുറിച്ച് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് സെഷനിലേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF, നമ്മുടെ റെയിൽവേ പോലീസ് അല്ലെങ്കിൽ റെയിൽവേയിലെ SIയും കോൺസ്റ്റബിളും ആകാൻ പറ്റുന്ന എക്സാമാണ് RPFൻ്റെ എക്സാം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റെയിൽവേയുടെ കലണ്ടറിൽ യൂഷ്വലി വരാറില്ല. ഇവർ വിളിക്കുന്നത് വേക്കൻസീസ് വരുന്നതിനനുസരിച്ചാണ് വിളിക്കുന്നത്. ഇപ്പോൾ 2024 വിളിച്ചു, 25 വിളിച്ചില്ല, 26 വിളിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 27 വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനൊരു എക്സാം കൂടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൽ നിങ്ങൾക്ക് SI ആണെങ്കിൽ ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം, കോൺസ്റ്റബിൾ ആണെങ്കിൽ മിനിമം 10ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. നമുക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും പിന്നെ ബാക്കി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പിന്നെ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഫിഷ്യൻസിയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും കൂടി ചെക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു എക്സാം കൂടി ഉണ്ട് എന്നുള്ളതും നിങ്ങൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെയിൽവേയിൽ ഇനി വരാതിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് എക്സാം. എല്ലാ എക്സാംസിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പഠിക്കാനുള്ള കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഈ 3 സബ്ജക്റ്റ് എന്ന് പറയാം. മാത്സും റീസണിങ്ങും നമ്മുടെ ജനറൽ അവയർനെസ്സും. അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സും വരും. പിന്നെ ചില എക്സാംസിന് ഈ സയൻസ് സബ്ജക്റ്റ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്, എസ്പെഷ്യലി നമ്മുടെ ചിലപ്പം ഗ്രൂപ്പ് ഡിയോ അങ്ങനെയൊക്കെ എക്സാംസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. ബട്ട് ഇൻ ജനറൽ 3 സബ്ജക്റ്റാണ്, മാത്സ്, റീസണിങ്, GK എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ 3 സബ്ജക്ട്സ് നമുക്ക് ഈ പറഞ്ഞ NTPC എക്സാംസ് ഗ്രാജുവേറ്റ് ആയാലും ശരി, അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും ശരി, ഗ്രൂപ്പ് ഡി ആയാലും ശരി, സെക്ഷൻ കൺട്രോൾ ആയാലും ശരി, ഇതിനൊക്കെ പഠിക്കാനുള്ള എക്സാമിൻ്റെ സബ്ജക്ട്സ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാംസ് ഒക്കെയാണ് നമ്മുടെ റെയിൽവേ എക്സാംസ് ഇനി വരാതിരിക്കുന്ന ഈ വർഷത്തെ ബാക്കി എക്സാംസ് എന്ന് പറയുന്നത്. സോ എക്സാംസിനൊക്കെ വേണ്ടി നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. പലപ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് പലരും അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി ആക്റ്റീവ് നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സെക്ഷൻ കൺട്രോളിൻ്റെ നോട്ടിഫിക്കേഷനാണ് ആക്റ്റീവ്. 119 വേക്കൻസീസിനാണ് വിളിച്ചേക്കുന്നത്. 14 ഓഗസ്റ്റ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഏജ് ലിമിറ്റ് 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിന് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഇപ്പോഴേ അപ്ലൈ ചെയ്യുക, നല്ലപോലെ പഠിച്ചു തുടങ്ങുക. ആൻഡ് ഇനി വരാതിരിക്കുന്ന എക്സാംസിനും ഇതേ സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടി ആ എക്സാംസിനോട് ചേർത്ത് പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഉറപ്പായിട്ടും അതിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാതിരിക്കുന്ന റെയിൽവേ എക്സാംസിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ PDF നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്കത് ഉപയോഗിക്കാം നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ വേണ്ടി. അപ്പോൾ ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിനെക്കുറിച്ച് ചോദിച്ചതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു ബാച്ചസിൻ്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ബാച്ചസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഓഫറിലൊക്കെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ചാനൽ ത്രൂ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ചാനലും ഫോളോ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വരുന്ന സമയത്ത് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക് യു.